നമ്മളിന്ന് എവിടെ പോണേ? നമ്മളിന്ന് കൊച്ചി പോവാണ്. എന്തിനാ പോണേ? കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാനാണ് പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുംബൈ സിറ്റി FC കളിയാണ്. സീസണിലെ ഫസ്റ്റ് ഹോം മാച്ചാണ്. ഞങ്ങൾ രണ്ടുപേരും പോയായിരുന്നു. ഈ ജേഴ്സി അറിയാമോ? ഇത് കഴിഞ്ഞ പോലത്തെ ജേഴ്സിയാണ്. ഇത് കഴിഞ്ഞ പോലെ നമ്മൾ മേടിച്ച സ്റ്റേഡിയത്തിന് മേടിച്ച ജേഴ്സിയാണ്. അപ്പോൾ ഈ തവണ നമ്മൾ ആദ്യത്തെ മാച്ച് കാണാൻ പോവാണ്. ഈ ആദ്യത്തെ ഹോം മാച്ച് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത്യാവശ്യം നല്ല ആൾ വരാനാണ് ചാൻസ്. നമുക്കറിയില്ല, നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ വണ്ടിയിലായതുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ അത്ര ക്ലിയർ ആണോ നമുക്കറിയില്ല. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു കളി കാണാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഇടാലോ എന്ന് ഓർത്തു അങ്ങനെ ഇട്ടാണ്. അപ്പോൾ ബാക്കി വിശേഷം നമ്മൾ സ്റ്റേഡിയത്തിൽ ചെന്നിട്ട് കാണാവേ. കാര്യം നമ്മളങ്ങനെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. മെയിൻ ഗേറ്റാണിത്. എന്താണ് പറയാനുള്ളത് തിരക്ക് കണ്ടിട്ട്? എന്നാ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇത് പുതിയ സ്റ്റേഡിയം ആട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. കുറേ റിനോവേഷൻസ് ഒക്കെ വരുത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉള്ള സ്റ്റേഡിയമാണ്. നമ്മൾ കളി കാണാൻ വേണ്ടി പോകുന്നത്. നമ്മളങ്ങനെ ഗേറ്റ് കഴിഞ്ഞ് ഫ്രണ്ടോട്ട് കയറുകയാണ്. ഇനി ഇവിടുന്ന് ടിക്കറ്റ് കാണിക്കാൻ പോകണം. നല്ല തിരക്കാണ് ഇവിടെ. ആദ്യത്തെ ഹോം മാച്ച് ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കും കാര്യങ്ങളും. നമ്മളിപ്പോൾ അങ്ങനെ ഇതിൻ്റെ അകത്തൊരു ക്യൂ നിൽക്കേണ്ടി വരുമായിരിക്കും. ഒരു നീണ്ട ക്യൂ നമുക്കിവിടെ കാണാം. ഗൈസ്, ഞങ്ങളങ്ങനെ ടിക്കറ്റ് കൗണ്ടറൊക്കെ കഴിഞ്ഞു. ടിക്കറ്റ് കാണിച്ചു. ഇനിയിപ്പം ചെക്കിങ് ചെയ്യുന്നതാണ്. ഇവിടെയാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ എല്ലാം ചെക്ക് ചെയ്താണ് നമ്മൾ കയറ്റുന്നത്. ഒരു ബാഗോ കാര്യങ്ങളൊന്നും കയറ്റത്തില്ല. ഇപ്പം ചെക്കിങ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിനി സ്റ്റേഡിയത്തിൻ്റെ അകത്തോട്ട് കയറുകയാണ്. നമ്മളിപ്പം നമ്മുടെ സീറ്റിങ്ങിൻ്റെ അങ്ങോട്ട് കയറുന്നില്ല. നമ്മളിപ്പോൾ പ്ലേസും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. എൻട്രൻസ് വരുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ ഇന്ന് പ്ലേസിനൊക്കെ ഒന്ന് കണ്ടിട്ട് അതൊക്കെ കയറാൻ നോക്കി. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് പ്ലേസിൻ്റെ ഒക്കെ അവിടെ ചെന്ന് കഴിയുമ്പം കാണാം. ഗൈസ്, പ്ലേസിനൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ആരും വലിയ മൈൻഡൊന്നും ചെയ്യുന്നൊന്നുമില്ല. കുഴപ്പമില്ല. രണ്ട് കളിയിൽ കഴിഞ്ഞുള്ളൂ. ഇനി അത് കഴിയുമ്പോഴത്തേക്കും കാണാം. പിന്നെ ജോബിന് ഒരാൾ മൈൻഡ് ചെയ്തായിരുന്നു. അതെ 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 മറ്റേ പുള്ളി കെവിൻ ന്യൂർ കൈയൊക്കെ പൂക്കി കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഇനി ഗേറ്റിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോകുന്നത്. ബാക്കി ഗേറ്റിൻ്റെ അകത്ത് കയറി സ്റ്റേഡിയത്തിൻ്റെ മേളിൽ ചെന്ന് കഴിഞ്ഞ് ബാക്കി വിശേഷം കാണാം. അയ്യോ, നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് കയറാൻ പോവാണ്. ഇത് VIP എൻട്രി ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മൊത്തം ഇരുട്ടാണ്. പക്ഷെ എന്നാലും നമ്മൾ മേളിൽ ചെല്ലുകയായിരിക്കും. അതെ ഗൈസ്, നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ സ്ഥലത്ത് 10ആയിരുന്നു. 10 നമ്മളിപ്പോൾ കയറി നമ്മൾ നോർത്ത് കേരളത്തിലാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങോട്ട് ചെന്നിട്ട് അതെ, പിന്നെ സ്റ്റേഡിയത്തിൻ്റെ പകുതി വരെ എത്തി. പ്ലേയേഴ്സൊക്കെ വന്നപ്പോൾ ചുമ്മാ ലൈനപ്പായിട്ട് ചുമ്മാ നിൽക്കുകയാണ്. ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഇവിടെ മുംബൈ സിറ്റിയുടെയും പ്ലേസൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഇതിലെ ഇങ്ങനെ കയറണം. അത്യാവശ്യം നല്ല നടക്കാനുണ്ട്. നമ്മൾ ഈ താഴെ നിന്നാണ് നടന്ന് കയറി വന്നത്. ഇങ്ങനെ നടന്ന് നമ്മൾ നോർത്തിലെടുത്തുകൊണ്ട് ഇനി മേളിൽ കയറണം. സ്റ്റേഡിയത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ പ്ലേസിനെ കാണാം. മുംബൈ സിറ്റിയുടെ പ്ലേസിനെയും പിന്നെ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേസിനെ കാണാം. അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഫില്ലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം ആള് ഫസ്റ്റ് ഹോം മാച്ച് ആയതുകൊണ്ട് ഫില്ലാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ ട്രെയിനിങ് ഒക്കെ തുടങ്ങുമ്പോൾ കാണാം. നമ്മളങ്ങനെ ഇപ്പം സ്റ്റേഡിയത്തിൻ്റെ സീറ്റിലെത്തി തോന്നുന്നു. നമ്മളിപ്പോൾ നോർത്ത് ഗാലറിയിലാണ്. പ്രത്യേകിച്ച് അതിൽ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ തിരക്കില്ല. അവിടെ ഓപ്പോസിറ്റ് കാണുന്നതാണ് മഞ്ഞപ്പുഴയുടെ സ്റ്റാൻഡ്. അപ്പം അവിടെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതലൊക്കെ വരാറ്. അപ്പം സമയമുണ്ട്. നമ്മൾ 6 നേരത്തെ കയറിയതേ ഉള്ളൂ. പ്ലേയേഴ്സിനെയൊക്കെ കണ്ടിട്ട് സമയമുണ്ട്. 7:30 കളി തുടങ്ങുന്നത്. കുറച്ച് സമയം
മഴയ്ക്കുള്ള നല്ല ചാൻസ് ഉണ്ട്, നല്ല മഴക്കാർ കയറിയിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാവുമെന്ന്. മുംബൈ സിറ്റിയുടെ ഗോൾ കീപ്പർമാരും അതിൻ്റെ കോച്ച് ചെയ്യിക്കുന്ന ഒരു സൈഡിൽ, അപ്പുറത്തെ കേരള ബ്ലാസ്റ്റേഴ്സും കോച്ച് ചെയ്യിക്കുന്നുണ്ട്. ഗായ്സ്, മുംബൈയുടെ പ്ലേസ് കണ്ട് ഇറങ്ങുകയാണ്. മുംബൈയുടെ പ്ലേസ് എല്ലാം വാമപ്പിന് വേണ്ടി ഇറങ്ങിയേക്കാണ്. നമ്മളിനി വെയിറ്റ് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേസ് ഇറങ്ങുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേസ് ഒക്കെ വരുന്നുണ്ട്. അന്നതിൻ്റെ ഒച്ചയാണ് ഇവ കേൾക്കുന്നത്. ഗൈസ്, ഇവിടെയാണ് അവർ കോച്ച് ചെയ്യുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ മേലാണ് നമ്മുടെ യെല്ലോ ആർമി എന്ന് പറയുന്നത്, മഞ്ഞപ്പട. പോസ്റ്ററുണ്ടോ ഗൈസ്, അടിപൊളി പോസ്റ്റർ. ഗൈസ്, അങ്ങനെ ഹാഫ് ടൈം കഴിഞ്ഞിരിക്കുന്നു. സ്കോർ എന്ന് പറയുമ്പോൾ 0-0 ആണ്. രണ്ടുപേരും നമ്മളങ്ങനെ ഈ കളിയും തോറ്റിരിക്കുന്നു. നമ്മളിനി അടുത്ത കളിക്ക് കാണാം എന്ന് പറയാം, അല്ലാതെ വേറൊരു സുഹൃത്തിയില്ലല്ലോ. ഒന്നും പറയാനല്ല, നല്ല കളിയായിരുന്നു, സൂപ്പർ കളിയായിരുന്നു അല്ലേ, സൂപ്പർ കളിയായിരുന്നു. തോറ്റു പോയി അല്ലേ, കാലൊന്നും പറ്റി എങ്ങനെ കിട്ടാനാ. ഗൈസ്, നമ്മളങ്ങനെ കളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അതെ, കളി നമ്മൾ അതുവരെ പോയിട്ടുണ്ട് ഗൈസ്. പക്ഷേ കളിയെപ്പറ്റി എനിക്ക് അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല. അതെന്ന് വെച്ചാൽ കളിയാകുമ്പോൾ ഒരു ടീം എന്തായാലും ജയിക്കും. അത് ഇന്ന് മുംബൈ കൊണ്ടുപോയി. അത് പൊക്കോട്ടെ, നമ്മളിങ്ങനെ തന്നെയാണ് പറയുന്നത്. അവരോട് ജാവോ എന്ന് പറഞ്ഞു, അവർ കൊണ്ടുപോയി. അത് കൊണ്ടുപോട്ടെ, അത് കുഴപ്പമുള്ള കാര്യമില്ല. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് കളി കാണാൻ വരുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ സൗണ്ടിൻ്റെ എന്തെങ്കിലും കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.